അഴീക്കോട് പുന്നയ്ക്കപ്പാറയിൽ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ കുട്ടി മരിച്ച സ്ഥലത്ത് പോലീസ് പരിശോധന. വളപട്ടണം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. പടക്കം എവിടെ നിന്ന് കിട്ടി എന്നതിലാണ് അന്വേഷണം. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഈ ഒരു അപകടമുണ്ടായ സാഹചര്യത്തിൽ ഈ പടക്കം എവിടെ നിന്ന് കിട്ടി എന്നതിനെ പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ പോലീസിന്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, ഈ പടക്കം പൊട്ടിയ അഴീക്കോട് പുന്നക്കപ്പാറയിൽ ഇപ്പോൾ വളപട്ടണം പോലീസ് അന്വേഷണം പരിശോധന നടത്തി വരികയാണ്. ഈ പടക്കം ഇവിടെ നിന്ന് കിട്ടി എന്നതിനെ കുറിച്ച് തന്നെയാണ് പ്രധാനമായും പോലീസ് പരിശോധന നടത്തുന്നത്. ഈ സംഭവം, അതായത് അമാൻ മരിക്കാനിടയായ ഈ സംഭവം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചാണ് പോലീസ് വിശദമായ പരിശോധന നടത്തുന്നത്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചില സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പടക്കം പൊട്ടാത്ത പടക്കത്തിൽ നിന്ന് മരുന്ന് ശേഖരിച്ച് അത് ഈ വിവാഹത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ബോട്ടിൽ അതിലേക്ക് നിറയ്ക്കുകയും അതിൽ തീ കൊളുത്തുകയുമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. എന്തായാലും ആ തീ കൊളുത്തുന്നതിനിടയിൽ ഇത് ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് അമാന്റെ മുഖത്തേക്കടക്കം കഴുത്തിനാണ് പരിക്ക് ഏറ്റത്. അവിടെ നിന്നും ഇത് പൊട്ടുന്ന ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പൊട്ടി തെറിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ തീ കൊടുത്ത ഉടൻ തന്നെ ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് 4 പേർക്ക് പരിക്കേൽക്കാൻ ഇടയായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മുസ്തഫ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾ കണ്ടത്? എന്താണ്? ഞാൻ വീട്ടിൽ നിന്ന് ഒച്ച കേട്ടിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ എത്തുമ്പോഴും ആൾക്കാർ ആരും ഉണ്ടായിട്ടില്ല. കുട്ടി ആ വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. ഞാനും വേറെ ഒരു അണ്ണാച്ചിയും കൂടെ ആ കുട്ടീനെ എടുത്തിട്ട് റോട്ടിലെത്തി. അവിടുന്ന് എങ്ങനെയല്ലേ ഏതോ ഒരു ഓട്ടോ വന്നിട്ട് വാങ്ങലത്താൽ എത്തുമ്പോഴേക്ക് ആംബുലൻസ് വന്നിട്ട് ആംബുലൻസിലെടുത്ത് കൊണ്ടുപോയി. അപ്പോൾ കുട്ടീൻ്റെ 2 കഴുത്തിലാണ് ഓൾസ് വീണിരിക്കുന്നത്. ആ ഓൾസിൽ നിന്ന് രക്തം ഇങ്ങനെ പമ്പ് ചെയ്ത് വരുന്ന മാതിരി വരുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി കുട്ടി ജീവിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം. ശബ്ദം കേട്ടിട്ടാണോ വന്നത്? ഞാൻ ആ ഒച്ച കേട്ടിട്ടാണ് ഇവിടത്തേക്ക് എത്തിയത്. അപ്പോഴാണ് കുട്ടി ഇങ്ങനെ വീണ് കിടക്കുന്നത്. വെല്ലുവിളിയാണോ ഉണ്ടായിരുന്നത്? നിങ്ങൾ ആദ്യം കരുതത് ആഘോഷമാണോ എന്നാണ്? അല്ല, ആഘോഷമല്ല. കുട്ടികൾ ഈ പടക്കം പൊട്ടിച്ചതിൻ്റെ ആ സന്തോഷത്തിനാക്കുന്നത്. പിന്നെ ഒച്ച കൂടി വന്നേരം ഇവിടുന്ന് കരയുന്ന ഒച്ച കേട്ടു. അപ്പോഴാണ് ഞാൻ ഷർട്ട് കൂട്ടിയിട്ട് നിലവിളി കേട്ടു. അപ്പോഴാണ് ഞാൻ ഒരു ഷർട്ട് കൂട്ടിയിട്ട് ഓടി വരുമ്പോൾ കുട്ടി ഇവിടെ വീണ് കിടക്കുന്നത് കണ്ട്. വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ ഇങ്ങനെ കുട്ടി ചെരിഞ്ഞ് കിടക്കുന്നതാണ്. രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. എടുത്തിട്ട് അപ്പോൾ തന്നെ റോഡിലെത്തി ഒരു ഓട്ടോറിക്ഷ കയറ്റി. മറ്റു 3 കുട്ടികൾ വേറെയും മറ്റുള്ള കുട്ടികൾക്ക് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഇവിടെ? 3 കുട്ടികളാണ്. ഒരു കുട്ടി ഇപ്പോൾ സുഖമായിട്ട് വീട്ടിലെത്തി. മറ്റേ കുട്ടി വേറെ ഏതോ ഒരു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടിക്ക് ഒരു വിരലിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അത് ഹോസ്പിറ്റലാണ് ഒരു ഉള്ളത്. ഈ കുട്ടിക്കാണ് ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു ദാരുണമായ ഒരു സംഭവം. ഈ UDF സർക്കാരിന്റെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഇവിടെ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഒരു ആഹ്ലാദം അവിടെ നിന്ന് ഈ മിഠായി കൊടുത്തതല്ലാതെ വേറെ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. പടക്കം പൊട്ടിക്കില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഒരു ഇതും ഉണ്ടായില്ല. വേറെ ആഹ്ലാദത്തിന് വല്ല കൊച്ചോ വെന്റുമുട്ടലോ പടക്കം പൊട്ടിക്കില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഇത് കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടി എന്താക്കിയെന്നുള്ളത് ഒരു പിടിയില്ല. എന്തായാലും ഈ സംഭവം കണ്ട മുസ്തഫയാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. വളപട്ടണം പോലീസാണ് പരിശോധന നടക്കുന്നത്. SI അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. SI അജയനുണ്ട്. അങ്ങനെ പോലീസിന്റെ ഒരു പരിശോധന ഇവിടെ നടക്കുന്നു. ഈ സംഭവത്തിന്റെ ഒരു കാരണം എന്താണ് എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ കുട്ടികൾക്ക് പടക്കം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു കോൺഗ്രസ് ഓഫീസുണ്ട്. അവിടെ ഒരു ആഹ്ലാദം നടന്നിരുന്നു. അവിടെ പടക്കം പൊട്ടിച്ചതിന്റെ കാര്യങ്ങളൊക്കെ ആ പാർട്ടി ഓഫീസിന് മുന്നിൽ കാണാനും കഴിയുന്നുണ്ട്. ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു പടക്കം, അത് നമ്മൾ ഈ ഹൈഡ്രജൻ പടക്കം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പച്ചക്കെട്ടൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പടക്കം, അതിൻ്റെ ചുവന്ന രീതിയിലുള്ള ഒരു ചാക്ക് നൂൽ കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന ഒരു പടക്കമാണ്. അത് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പടക്കമാണ്. ആ പടക്കത്തിൽ നിന്നാണ് ഈ മരുന്ന് കുട്ടികൾ ശേഖരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ വിവാഹത്തിനും മറ്റും ഈ സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള
തരത്തിലുള്ള ആ ഒരു കുഴലുണ്ടായിരുന്നു. അതിലേക്ക് ഈ മരുന്ന് നിറയ്ക്കുകയും തിരിവെച്ച് തീ കൊളുത്തുകയും ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തീപ്പെട്ടി ഇവിടെ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ ആ മരുന്ന് നിറച്ച് അതിലേക്ക് തീ കൊളുത്തിയപ്പോൾ അത് ആളിക്കത്തുന്ന അല്ലെങ്കിൽ പൊട്ടുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ അമാന്റെ കഴുത്തിന് വലിയ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പുന്നക്കപ്പാറയിലെ ഉബൈദിന്റെ മകനാണ് അമാൻ. 9 വയസ്സുകാരനാണ്. വായ്പറമ്പ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ പുന്നക്കപ്പാറയിൽ ഈ കുട്ടികളൊക്കെ തന്നെ മുതിർന്നവരും കുട്ടികളും ഒക്കെ കളിക്കുന്ന ഷട്ടിലും വോളിബോളും ഒക്കെ കളിക്കുന്ന ഫുട്ബോളും ഒക്കെ കളിക്കുന്ന ഒരു മൈതാനമാണിത്. ഇവിടെ നിന്നാണ് ഈ സംഭവം ദാരുണമായി ഈ സംഭവം ഉണ്ടായത്. ഈ കൈക്കും കാലിനും പരിക്കേറ്റ അമാൻ ഫാരിസിനെ കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അൻഫാൻ അഹമ്മദ് ബദ്വി, ഫെബിൻ ഇബ്രാഹിം എന്നീ 3 കുട്ടികൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കും ചെറിയ പരിക്കുകളുണ്ട്. പക്ഷേ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. ചെറിയ പരിക്കുകൾ മാത്രമാണ് അവർക്ക് ഉണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഊർജിതമായി തന്നെ നടത്തുന്നു. UDF സർക്കാർ അധികാരത്തിൽ ഏൽക്കുന്ന ഒരു സാഹചര്യം, വി ഡി സതീശൻ സർക്കാർ ഇന്ന് അധികാരത്തിൽ ഏൽക്കുന്ന അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ എന്നും എല്ലാ ഇടങ്ങളിലും UDF കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ നടത്തി വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോൺഗ്രസ് ഓഫീസിലും അത്തരത്തിലുള്ള ഒരു ആഹ്ലാദം നടന്നത്. അവിടെ നിന്നും ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ തന്നെ ഒരു 11 മണിയാകുമ്പോൾ തന്നെ മടങ്ങിപ്പോയിരുന്നു. എല്ലാവരും അവരുടെ ഭാഗത്തേക്ക് പോയി. കുട്ടികൾ മാത്രമാണ് പിന്നീട് ഇവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും ഒരു ആഹ്ലാദ പ്രകടനം നടക്കുന്നതിനിടയിലല്ല ഈ അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഈ കുട്ടികൾ മാത്രം ഈ അശ്രദ്ധമായി ഈ വെടിമരുന്ന് നിറച്ച് ഒരു കളിക്കുന്നതിനിടെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വലിയ ഒരു സങ്കടമുണ്ടാക്കുന്ന അതിദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് TM മോഹനൻ നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തുന്നതിടെ പടക്കം പൊട്ടിക്കുകയായിരുന്നില്ല എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഒക്കെ തന്നെ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. എന്തായാലും UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകരാണ് ഈ മരിച്ച അമാന്റെ ഉബൈദ്. UDFന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്ന പ്രവർത്തകനാണ് ഉബൈദ്. അങ്ങനെ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം നടന്നിരുന്നു. അധികാരത്തിൽ ഏറ്റതിന്റെ ആഹ്ലാദം എങ്ങും അലയടിക്കുന്ന രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം തന്നെയാണ് അഴീക്കോട് ഭാഗത്തും പുന്നക്കപ്പാറ ഭാഗത്തുമൊക്കെ നടന്നിരുന്നത്. അതിനിടയിൽ ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് UDF പ്രവർത്തകർക്കാകെ മ്ലാനത പരത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരുന്നു. കുട്ടികൾ അശ്രദ്ധമായി ഈ പടക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഈ റിസൾട്ടിന്റെ സമയത്തൊക്കെ 2 ദിവസം പടക്കക്കടകൾക്ക് അവധിയും നൽകിയിരുന്നു. അന്നും പോലീസ് പറഞ്ഞിരുന്നത് ഈ കുട്ടികൾ അലക്ഷ്യമായി ഈ കരിമരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം അന്നും പറഞ്ഞിരുന്നത്. അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത്, ഈ പടക്കം എവിടെ നിന്ന് കിട്ടി, പൊട്ടാത്ത പടക്കം, ഈ ആഹ്ലാദ പ്രകടനത്തിനിടെ പൊട്ടിച്ച പടക്കത്തിൽ നിന്നുള്ള പൊട്ടാത്ത പടക്കത്തിന്റെ മരുന്ന് ശേഖരിച്ചുകൊണ്ട് ഈ കുട്ടികൾ കളിക്കുന്നതിനിടെ സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃഷ്ണേന്ദു.